ഫ്രണ്ട്സ് 100 അടിക്കുന്നവർക്ക് പോലും ഇത്ര ആട്ടം കാണത്തില്ല കേട്ടോ. ആടി ഉലഞ്ഞാണ് ദേ ഈ ചായക്കടയ്ക്കകത്തോട്ട് കയറിയത്. ആ കൂട്ടത്തിൽ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, ദേ വന്നിരിക്കുകയാണ്. ഒരു സ്ട്രോങ് ചായയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചായ കുടിക്കാനായിട്ട് എനിക്ക് അത്ര ക്ഷീണമുണ്ട്, ഒരുപാട് ദൂരം ഇന്ന് നടക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഒരു ചായയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ചായയും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്വാദ് ഞാൻ ഇപ്പോൾ തന്നെ പറയാം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരിയോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചായ കുടിക്കാനായിട്ടിരുന്നപ്പോഴേ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന അമ്മച്ചി നോക്കിയേ, പല്ലില്ലെങ്കിലും പലഹാരം അങ്ങോട്ട് കടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ണാടി പെട്ടി അങ്ങോട്ട് വലിച്ച് തുറന്ന്, ഇന്നത്തെ ദിവസം എനിക്കൊരു മൂഡില്ല കഴിക്കാനായിട്ട്, എങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയത് ബെഡ് റോസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഒരു ബെഡ് റോസ്റ്റ് എടുത്തിട്ടുണ്ട്. ദേ കണ്ടോ, ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും ദേ ഈ എത്തി വരിഞ്ഞ് കാണിക്കുന്നത് നിങ്ങൾക്കാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇതാ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പം ആൻറ്റിമാരും മംഗിളുമാരും ചേട്ടന്മാരും ഒക്കെ ചായക്കടയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് നല്ല ലോങ് ആയിട്ട് ഞാൻ നടന്നെന്ന് പറഞ്ഞല്ലോ, ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഞാനും ഇതാ ബെഡ് റോസ്റ്റ് കടിച്ച് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ മുന്നിൽ ഉടനെ തന്നെ വീഡിയോ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. വെളിയിൽ നല്ല മഴ, ഒത്തിരി ദൂരം ഇനി എനിക്ക് വീട്ടിലോട്ട് പോകേണ്ട ദൂരമുണ്ട്. എന്തായാലും മഴ നോക്കിയിരിക്കാതെ മഴയൊന്ന് ചാറി തീർന്നപ്പോഴേക്കും ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സബ്ബടിക്കാതെ പോകരുത് കേട്ടോ. ഒരടി അങ്ങോട്ട് അടിച്ചിട്ട് പൊയ്ക്കേ, അടുത്ത ഓടി ഞാൻ വരാം.